ഹായ് ഹലോ, ഞാൻ സോഫി പോളി. എല്ലാവർക്കും പന്തങ്ങയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വീട്ടിൽ ചെന്ന് വാതിൽ തുറന്നപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. അടുത്ത എപ്പിസോഡിൽ പറയാനും അത് നമുക്കിപ്പോൾ കേൾക്കാമല്ലോ. ഞാൻ ചെന്ന് വാതിൽ ഇങ്ങനെ തുറന്നതും ഒരു വെടിയുണ്ട എൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങോട്ട് പാഞ്ഞു വന്ന് ഞാൻ സോഫയ്ക്ക് മറിഞ്ഞു വീഴുന്നു. ഒപ്പാണ് അമ്മാമ്മ ചത്തേ, അമ്മാമ്മ ചത്തേ, അമ്മാമ്മ ചത്തേ എന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചുമോൻ്റെ കയ്യടി കേട്ടിട്ട് ഞാൻ ചാടി. എൻ്റെ അമ്മ, ഞാൻ ചത്തിട്ടില്ല അല്ലേ. ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ട് മരുമോൾ അടുക്കളയിലേക്ക് വന്നു. അമ്മയാണോ എന്ന്. എന്താടി നീ അമ്മേനെ കണ്ടിട്ട് മനസ്സിലായില്ലേ? 1.5 മണിക്കൂർ മുമ്പ് ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോയുള്ളൂ പള്ളിയിലേക്ക്. ഇതെന്നെ കാണാൻ വല്ല വ്യത്യാസം ഉണ്ടാ? ഞാൻ അവിടെ ഒന്ന് ചൊറിഞ്ഞു. കാരണമുണ്ട്, ഞാൻ പോയ പോലെയല്ല വീട് കിടക്കണേ. ഒരു യുദ്ധം നടന്ന പോലെയുണ്ട് വീട്ടിൽ. ഈ സോഫയുടെ കവർ ആരെങ്ങനെ വലിച്ചിട്ട് സകല കളിപ്പാട്ടങ്ങളും അവന് വലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ കളിപ്പാട്ടം, അവൻ്റെ അപ്പൻ്റെ കളിപ്പാട്ടം അടക്കം വലിച്ചിട്ട് കൊടുത്തേക്കാ. ഞാൻ അങ്ങനെ ചൂടായപ്പോൾ അവളും ചൂടായി. അമ്മയുടെ മോനോട് പോയി ചോദിക്കി. മോൻ്റെ അടുത്ത് ഞാൻ കുറച്ച് നേരം കൊച്ചിൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ പറഞ്ഞപ്പോൾ സകല കളിപ്പാട്ടങ്ങളും വലിച്ചിട്ടിട്ട് അങ്ങേര് റൂമിൽ പോയി ചാറ്റിങ്ങും ചീറ്റിങ്ങാ. അമ്മ പോയി ചെന്ന് ചോദിക്കുന്നു പറഞ്ഞ് അവൾ ചാടിത്തുള്ളി അടുക്കളയ്ക്ക് പോയി. ചോദിക്കണോ? വേണ്ട അല്ലേ? ചോദിച്ച പ്രശ്ന, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ കൊച്ചുമ്മ എന്നോടൊന്ന് ചോദിക്കുക, അമ്മാമ്മ യുദ്ധം എന്ന് പറഞ്ഞെന്താ? യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം നീ കണ്ടില്ലേ, ഇതന്നെ യുദ്ധം. നീ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും അപ്പൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഇരുന്നിട്ട് സംരക്ഷണയിൽ ഇരുന്നിട്ട് നല്ലോണം തിന്ന് കൊഴുത്ത് നല്ല AC റൂമിലൊക്കെ ഇരുന്നപ്പോൾ നിനക്ക് അമ്മാമ്മേനെ വെടിയിക്കാൻ തോന്നില്ലേ? ഇതൊക്കെ ചെറിയ യുദ്ധം. ഇതുപോലെ വലിയ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ കുറേ തലനിറച്ച കാരണന്മാരുണ്ട്. അവർ വയസ്സാവുമ്പോൾ കുട്ടികളെ പോലെയാവും. അപ്പോൾ അവരും കുറേ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കാ. അമ്മാമ്മേ, അവരെ കളിപ്പാട്ടൊക്കെ എന്താ? അവരെ കളിപ്പാട്ടം ഡ്രോണ്, മിസൈൽ, യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പൽ, യന്ത്രത്തോക്ക്, ആറ്റം ബോംബ്. അത് പറഞ്ഞപ്പോൾ അവൻ പറയാ, അമ്മാമ്മേ ആറ്റം ബോംബ് എനിക്കറിയാം. അതെങ്ങനെയാണ് നിനക്കറിയാന്ന്? അതെ, അപ്പൻ്റെ ഓഫീസിൽ ആരാ ആറ്റം ബോംബ് ഇട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഓടിയെന്ന് അപ്പം പറയണ കേട്ടൂലോ. ആ ആറ്റം ബോംബ് വേറെ, അത് ആൾക്കാരെ ഓടിക്കാനേ പറ്റുള്ളൂ. ഈ ആറ്റം ബോംബ് മനുഷ്യനെ കൊല്ലാൻ പറ്റും. അങ്ങനെ അവർ ഇതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ അവരും ഈ ഭടന്മാരുടെ സംരക്ഷണയിൽ ഇരുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് തിന്ന് കൊഴുത്ത് എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്മേ അവർക്ക് തോന്നും ഈ കളിപ്പാട്ടൊന്നും അപ്പുറത്തെ രാജ്യക്കാർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഇവിടുന്ന് അപ്പുറത്തെ രാജ്യക്കാർക്ക് അങ്ങോട്ട് വിടും. അപ്പം അവർ വിചാരിക്കും ഇതെന്തൊട്ട് സാധനം, ഇതിലും പ്രകരണശേഷിയുള്ള നല്ല സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്, അന്ന് നീ ഇത് പിടിച്ചോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കുറേ പേര് ചാവും. ആര് ചത്താലെന്ത്, ആര് പട്ടിണി ഇടുന്നാലെന്ത്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. കുറേ ദിവസം കഴിയുമ്പോൾ വേറെ തലനിറച്ച കുറച്ച് പേര് സമാധാനമായിട്ട് വരും. എന്നിട്ട് അവരോട് പറയും, നിങ്ങളിപ്പോൾ കുറേ കളിപ്പാട്ടൊക്കെ എടുത്ത് ചിലവാക്കിയില്ലേ, നിങ്ങൾക്ക് ഇനി ഞാൻ വേണ്ടത് വീണ്ടും ഞങ്ങൾ തരാന്നേ, നിങ്ങളൊന്ന് സമാധാനിക്കും. ഇപ്പം തൽക്കാലം നിങ്ങൾ യുദ്ധം നിർത്ത്. 2 വർഷം സ്റ്റഡി ലീവിലേക്ക് അങ്ങോട്ട് പോവുക. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വന്ന് പ്രയോഗിക്കാന്നേ. അപ്പോൾ ഒരു പരീക്ഷയൊക്കെ നടത്തി നിങ്ങൾക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വീണ്ടും കിട്ടും. മോനെ, ഇതാണ് യുദ്ധം. മനസ്സിലായില്ലേ? നീ പോയി നിൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടാടാ ഈ കളിപ്പാട്ടങ്ങളും ഈ ഇവിടുത്തെ സോഫയുടെ കവറൊക്കെ എടുത്ത് ശരിയാക്കാൻ പറഞ്ഞ അപ്പനോട്. അതെ അമ്മാമ്മേ, അപ്പം പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മയ്ക്ക് ഒരു തൊഴിലില്ലാണ്ട് വെറുതെ കുത്തിയിരിക്കുകയാണ്. അമ്മാമ്മ അത് ശരിയാക്കിക്കൊള്ളുന്നു. ഇതിലും ഭേദം ഒരു മിസൈൽ വന്ന് എൻ്റെ നെഞ്ചത്ത് തറയ്ക്കണമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുക, അമ്മാമ്മയെ ഒരു മിസൈൽ എനിക്ക് വാങ്ങിച്ചതാ, ഞാൻ അമ്മാമ്മയുടെ മേത്തേക്ക് ആ മിസൈൽ ഇട്ട് തരാമെന്ന്. എൻ്റെ പുണ്യാളോ,